നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഞാനാണ് വിളിച്ചു നോക്കിയെന്ന് ഇവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. മനസ്സിലൊന്നുമില്ലെങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ഈ ഫോൺ കോളിൻ്റെ കാര്യം അവൾ എന്നോട് പറയും. പറഞ്ഞാൽ അവൾ ആത്മാർത്ഥതയുള്ളവളാ. അല്ലെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞ് 1-2 പേരെ കൊണ്ടുപോയി വിടണമായിരുന്നു. പ്രസിഡന്റ് എന്നെ ഏൽപ്പിച്ചു. താനെന്താ കിടക്കാഞ്ഞ്? ഒന്നുമില്ല, ജീവൻ വരട്ടെ എന്ന് കരുതി. ഓ, ഈ നേരത്ത് അങ്ങനെ ഒരു കോള് വന്നത് പറയണോ? കോളിന്റെ കാര്യം അവൾ എന്നിട്ടും പറഞ്ഞില്ല. പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അതെ, കുറച്ചു മുമ്പ് എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നു. ആരുടെ? എനിക്കറിയില്ല. അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ജീവൻ ആ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കണം. ഇതാ നമ്പര്. ചിലപ്പോ ആരെങ്കിലും തെറ്റി വിളിച്ചാണെങ്കിലോ? ഇല്ല, പർപ്പസ് ആയിട്ട് തന്നെ വിളിച്ചതാ. എന്നിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തു. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. വിളിച്ചത് ആരായാലും അവനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കണം. ഇതാണോ? ആ, അതന്നെ. അയ്യോ, നമ്പർ ഡിലീറ്റ് ആയി പോയല്ലോ. സാരമില്ല, പർപ്പസ് ആയിട്ട് വിളിച്ചാണെങ്കിലേ വീണ്ടും വിളിക്കുമല്ലോ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ കനത്തിന് 4 ചീത്തങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ചീത്ത വിളിച്ച കാര്യം ജീവൻ എങ്ങനെ അറിയാം? എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, തന്നെ പോലെ ഒരാളെ അത്തരത്തിലൊരാൾ വിളിച്ചാ പൊട്ടിത്തെറിച്ച് പോവല്ലോ. തന്റെ ക്യാരക്ടർ എനിക്കറിഞ്ഞൂടെ? ആ നമ്പർ പോവാൻ പാടില്ലായിരുന്നു. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. എന്ത് കാര്യത്തിനാണോ? ചിലരുണ്ട് ഇങ്ങനെ പാതിരാത്രിക്ക് ആൾക്കാരെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നവര്. എന്തായാലും ഇനി ആ വിളി വരാൻ സാധ്യതയില്ല. ഉറപ്പാണോ? അല്ല, എനിക്കങ്ങനെ തോന്നുന്നു. താനത് വിട്ടെ. തവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.